രാത്രിയൊക്കെ മഴയായിരുന്നുണ്ടേ ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഇത് ഫാക്ടം ഫോസ് ആണ്. NPK ആയാലും മതി. ഫാക്ടം ഫോസിലും നൈട്രജനും ഫോസ്ഫറസൊക്കെ ആണല്ലോ ഉള്ളത്. ഇതുപോലെ ഫ്രഷായിട്ടൊക്കെ ഫ്രൂട്ടൊക്കെ പറിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇത് നമുക്കറിയാമല്ലോ, സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നല്ലതാണ്. ഹലോ, ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നവംബർ മാസമൊക്കെ ആയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് അതുപോലെ തന്നെ ചെടികൾ പച്ചക്കറികളൊക്കെ വളർത്തുന്നവർക്ക് എന്ത് വളർത്തിയാലും നമുക്കതിനകത്ത് നിന്ന് പൂവുണ്ടാവണം, കായ ഉണ്ടാവണം എന്നല്ലേ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഭൂമിയെല്ലാം, നമ്മുടെ മണ്ണെല്ലാം എന്താണ് പറയുക, മഴ മൂത്തിട്ട് അസിഡിറ്റിയാണ്. മുഴുവൻ മണ്ണിൽ അസിഡിറ്റി കൂടി വല്ലാതെ pH ഒക്കെ വല്ലാതെ മാറിപ്പോയിരിക്കുകയാണ്. അതായത് pH ലെവൽ നമുക്കറിയാമല്ലോ, 6 മുതൽ 7 വരെ നിൽക്കണം. അതിൽ കൂടിയാലും അല്ല 6-ൽ താഴെ പോയാൽ പ്രശ്നമാണ്. അപ്പോൾ ഈ pH ലെവൽ ശരിയാക്കാതെ നമ്മൾ ഏത് വളം ഇട്ട് കൊടുത്തിട്ടും ഒരു കാര്യമില്ല. ഇപ്പോൾ അറിയാം, സ്വന്തം അഭിപ്രായമല്ല കേട്ടോ, വലിയൊരു കാർഷിക നഴ്സറി നടത്തുന്ന ഒരു ആൾ പറഞ്ഞെന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ മാസത്തിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത വളം എന്ന് പറയുന്നത് ഫാക്ടം ഫോസ് ആണ്. ഫാക്ടം ഫോസിൽ നമുക്കറിയാമല്ലോ, അതിനകത്ത് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. നൈട്രജൻ ചെടികളുടെ മൊത്തം വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതുപോലെ ഫോസ്ഫറസ് ആണെങ്കിൽ വേര് വളരാനും വേരിൽ ഉള്ള പോഷകാംശം വലിച്ചെടുക്കാനും ഒക്കെ ആവശ്യമാണ്. NPK 10, 26 ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫാക്ടം ഫോസ് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ആയാലും പച്ചക്കറി ആയാലും എല്ലാം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പൂച്ചെടി ആയാലും ഉണ്ട്. ഇതൊക്കെ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് ഒന്ന് കൊത്തി ഇളക്കുകയാണ് വേണ്ടത്. അധികം കളകളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ അത് നമുക്കൊന്ന് കൊത്തി ഇളക്കിയിട്ട് എല്ലാത്തിൻ്റെ ചുവട് നമുക്കൊന്ന് ആദ്യം ഒന്ന് കൊത്തി ഇളക്കാം. കൊത്തി ഇളക്കിയിട്ട് നമ്മൾ ഒന്നുകിൽ കുമ്മായം ചേർക്കുക, അല്ലെങ്കിൽ ഡോളമൈറ്റ്. കുമ്മായം ചേർത്താൽ മണ്ണിൻ്റെ ആസിഡിറ്റി മാത്രമേ മാറിക്കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഡോളമൈറ്റ് ചേർക്കുന്നെങ്കിൽ മണ്ണിൽ മഗ്നീഷ്യം കൂടെ ലഭിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഡോളമൈറ്റാണ് ചേർക്കുന്നത്. തന്നെയല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ബാക്കി നമുക്ക് വളവും കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞേ പറ്റൂ. സീഡ്ലെസ് നാരകമാണ് ഇത്. ഞാൻ കായ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഏതായാലും കാച്ചു തുടങ്ങിയിട്ടുണ്ട്. 2-3 നാരങ്ങ ഇതിലുണ്ട്. ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇതൊന്നും കായ്ച്ചിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല, അത് തന്നെ. അപ്പോൾ അതാ എല്ലാത്തിനും ചുവടൊക്കെ ഒന്ന് കിളച്ചിട്ട് നമുക്ക് ഇനി ഇതാണ് കേട്ടോ, ഡോളമൈറ്റ് വിതറുവാണ്. ഒരു 200 ഗ്രാം മതിയാവും ഒരെണ്ണത്തിൻ്റെ ചുവട്ടിൽ. അത് പ്രായം ചെറിയ തൈയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ 200 ഗ്രാം മണ്ണൊക്കെ ഇളക്കിയിട്ട് നമ്മൾ ഇട്ട് ഒരു മഴയുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത്തവണ ഏതായാലും മഴയ്ക്ക് യാതൊരു ക്ഷാമമില്ല നമുക്ക് എല്ലാവർക്കും അല്ലേ. കേരളത്തിൽ ഭയങ്കര മഴ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കുമ്മായമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിതറേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോട്ടിൽ നട്ടിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും ഇത് കടപ്പ്ളവാണ്, ഇതിൻ്റെ ചുവട്ടിലും ചെയ്യുന്നുണ്ട്. പോട്ടിൽ നട്ടിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നമുക്കിത് ഇതുപോലെ തന്നെ, ഇത് ചെബോട്ടിക്കാബയാണ്. ഇത് ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല, 5 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഈ പോട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല. ഇത് ചുവടിൽ നിന്ന് കുറച്ചകത്തി ഇട്ട് കൊടുത്താൽ മതി. ഈ പോട്ടിൽ നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൽ ഇതിലൊക്കെ ഇഷ്ടംപോലെ കായ ഉണ്ടാകുന്നുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചുവട്ടിലൊക്കെ ധാരാളം കളകളുണ്ട് കേട്ടോ. കളകളുണ്ടെങ്കിൽ കള പറിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഡോളമൈറ്റ് അല്ലെങ്കിൽ കുമ്മായി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫാക്ടം ഫോസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നൈട്രജനും ഫോസ്ഫറസും സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു വളമാണിത്. ഇതറിയാമല്ലോ, ഇത് ഗ്രാനുവൽസ് പോലെയാണ് ഇരിക്കുന്നതുകൊണ്ട് ഇത് മണ്ണിൽ ലയിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. ഇപ്പോൾ മഴ രാത്രി പെയ്തുകൊണ്ട് രാവിലെ ഇട്ട് കൊടുക്കുകയാണ്. 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 15 ദിവസം കഴിയണമെന്നില്ല. മഴയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ഏതായാലും 15 ദിവസം കഴിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ചുവട്ടിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. പിന്നെ ഇലകളുടെ വളർച്ചയ്ക്കും വേരുകൾ ശക്തിപ്പെടാനും ഒക്കെ നല്ല ഉത്തമമായ പോഷക സംയുക്തമാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ വളം.
ഇതിന് പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നൈട്രജനും ഫോസ്ഫറസും സൾഫറും ഒക്കെയാണ്. ഇവയുടെ സാന്നിധ്യം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനെ ത്വരിതപ്പെടുത്തുന്നതും കൂടെയുണ്ട്. സൂക്ഷ്മജീവികളും നമുക്ക് വേണമല്ലോ നമ്മുടെ മണ്ണിൽ. അതുപോലെ എല്ലാ വിളകൾക്കും അനുയോജ്യമായ ഒരു വളം തന്നെയാണ് ഇത്. അപ്പോൾ നവംബർ മാസം അവസാനിക്കുന്ന മുമ്പ് എല്ലാവരും ഇത് ചെയ്ത് വയ്ക്കുക. നവംബറിൽ തന്നെ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഫലം നന്നായി ലഭിക്കുക. ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പൂച്ചെടി ആണെങ്കിലും ഒക്കെ ഈ വളം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഈ മാംഗോസിൻ കഴിഞ്ഞ വർഷം ധാരാളം ആയിട്ട് പഴം തന്നിരുന്നു. അപ്പോൾ പോട്ടിൽ നട്ടിരിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും ഇത് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒത്തിരി ചോട് ചേരരുതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ചുവട്ടിൽ നനവ് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും എന്താ പറയുക, വാഴ ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഫാക്ടം ഫോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ NPK കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 15 ദിവസത്തിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന വളമാണ് കേട്ടോ. ഇതുണ്ട് MKP 05234. അതാണ്. ഇതിനകത്ത് നൈട്രജൻ ഇല്ല. ഇതിൻ്റെ പേര് മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ആണിത്. അതായത് ഫോസ്ഫറസ് ഓക്സൈഡ് 52%, പിന്നെ പൊട്ടാസ്യം ഓക്സൈഡ് 34% ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നൈട്രജൻ ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായി നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക, അതിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.